ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ചക്ക കിട്ടി. ചക്ക എന്ന് പറഞ്ഞൊരു പകുതി ചക്കയെ കിട്ടിയുള്ളൂ. അത് മുറിച്ചിട്ടാണെങ്കിൽ ആകെ ഇത്രയേ കിട്ടിയുള്ളൂ. ഇത് എനിക്ക് മാത്രം തിന്നാനേ ഉള്ളൂ. കൊതി സഹിക്കാൻ വയ്യാതെ വെളുപ്പിന് വെറും വയറ്റിൽ തന്നെ കഴിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല. എന്തൊരു മധുരമായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പം ആകെ ഇപ്പോഴാണ് ആദ്യമായിട്ട് ചക്കപ്പഴം കഴിക്കുന്നത്. നാട്ടിലൊക്കെ ചക്ക എന്തോരം, ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്തോരം ചക്ക ഉണ്ടാവും എന്നറിയാം. എന്നും ചക്ക തന്നെയായിരിക്കും. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കോളിൻകുട്ടന് ഇത് ആദ്യമായിട്ട് അന്ന് ചെറുപ്പത്തിലല്ലേ കാണുന്നത്, പിന്നെ ഇച്ചിരി വലുതായിട്ട് ഇപ്പോഴായി സാധനം കണ്ടു. ഇതെന്താന്ന് ഇവനിങ്ങനെ തിരുത്തി നോക്കുവാണ്. എന്നിട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചക്കപ്പഴം എടാ തിന്നു നോക്കെന്ന് പറഞ്ഞിട്ട് അവൻ പറയും വേണ്ട വേണ്ടാന്ന് പറഞ്ഞു. അപ്പം എടാ തിന്നു നോക്ക്, നല്ല രസമുണ്ട്, തിന്നു നോക്കെന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടാന്ന്. ആരെങ്കിലും പറയുന്നത് വേണ്ടാന്ന്. അവൻ്റെ കൂടെ ഞാൻ തിന്നാതെ നിൽക്കുമോ, ഞാൻ തിന്നു. പിന്നെ അവിടെ നിന്ന് പോയപ്പോൾ ഇലയിട മേടിച്ചു, പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങാക്കൊത്ത് അതൊക്കെ മേടിച്ചു. ഇത് പിന്നെ ഇവിടെ നിന്ന് മേടിക്കുന്ന ഫ്രോസൺ വെജിറ്റബിൾസ്, ഇത് വെച്ചാണ് തോരനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിക്കുമായിരുന്നു വീട്ടിലൊക്കെ എന്തോരം പച്ചക്കറി ഉണ്ടാവും, അപ്പോൾ ഒന്നിനും ഒരാവശ്യവും ഉണ്ടാവാറില്ല. ഇപ്പോഴാണെങ്കിൽ സാധനങ്ങൾ കിട്ടാനില്ല. എല്ലാം ഇങ്ങനെ ഫ്രോസണൊക്കെ മേടിച്ച് വച്ച് വേണം ഉണ്ടാക്കാൻ. പിന്നെ എല്ലാം അമ്മയോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കി തരിക. ഇപ്പോൾ ആരുണ്ട് ഉണ്ടാക്കി തരാൻ? എല്ലാം നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കണം. വലിയ കുക്കൊന്നുമല്ല, എന്നാലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എൻ്റെതായ രീതിയിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കും, അങ്ങനെ ചെയ്യാറ്. കാരണം ഇവിടെ മല്ലിപ്പൊടിക്കൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. മല്ലിപ്പൊടിക്കൊക്കെ ഭയങ്കര വില. അത് ചെറുതേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങാപ്പാൽ. നമ്മൾ തേങ്ങ അരച്ച് തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റും ഇതിനില്ല. ഇതിന് എന്തോ ഒരു കെമിക്കലിൻ്റെ ഒരു ടേസ്റ്റാണ്. എന്നാലും എന്താ ചെയ്യുക, എങ്ങനെയും ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഉപയോഗിക്കും. അങ്ങനെ എപ്പോഴും തേങ്ങാപ്പാൽ വാങ്ങാറില്ല. വല്ലപ്പോഴും മേടിച്ച് ഒരു പോട്ടിലൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കാറാണ് ചെയ്യാറ്. അതെടുത്ത് ഇങ്ങനെ ഉപയോഗിക്കും. അങ്ങനെ അത് വെച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിവിടെ അധികം എരിവൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, കോളിൻകുട്ടനും പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഇന്ന് കൈ കൊണ്ട് ഞാനിങ്ങനെ ഉടച്ചൊക്കെ കൊടുക്കും. അപ്പം അധികം എരിവ് കഴിച്ചാൽ അവൻ കഴിക്കില്ല. ചെറുതായിട്ടൊക്കെ എരിവ് കഴിച്ചു തുടങ്ങിയോളൂ. പിന്നെ ഞങ്ങളും അധികം എരിവ് കഴിക്കാറില്ല. ഇപ്പം പണ്ടൊക്കെ കാന്താരി മുളകൊക്കെ പൊട്ടിച്ച് എന്തോരം കപ്പയൊക്കെ തിന്നുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുമോ? പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അധികം എരിവ് അങ്ങനെ കഴിക്കാറില്ല. കോളിൻകുട്ടനും കൊണ്ടായത് കാരണം ഞങ്ങളും അങ്ങനെ കഴിക്കാറില്ല. വീട്ടിലും അങ്ങനെ അമ്മയൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ചേട്ടാൻ്റെ വീട്ടിലാണെങ്കിലും അമ്മച്ചിയും ഇങ്ങനെ കൂടെ നിൽക്കും. അപ്പോൾ ഒന്നും അറിയണ്ട. ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പോഴാണ് മാറി നിന്ന് സ്വന്തമായിട്ടൊരു വീട് കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒരു കാലം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫ്രോസൺ ആയിട്ടുള്ള ഇത് വാങ്ങിയായിരുന്നു, ഇലയപ്പം. ഇലയുടെ സ്മെല്ല് അമ്പോ പറ്റണില്ല. വാഴയിലേൻ്റെ സ്മെല്ല്. ഇവിടെ വന്നിട്ട് ഒരു വർഷമായിട്ട് ഇപ്പോഴാണ് വാഴയില കാണുന്നത്. അതിൽ ആ അപ്പം ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ആകെ ഇഷ്ടമുള്ളൊരു സാധനം ഇലയട, പിന്നെ ഉണ്ട, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ഗൈസ് ഇത് നോക്ക്, ഫുള്ള് പുഴുക്കൾ, നിറച്ചും പുഴുക്കൾ. അതല്ല എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എൻ്റെ പച്ചക്കറി ആണെങ്കിൽ മുളച്ച് വന്നു, അതിൻ്റെ അവിടം വരെ പുഴുക്കളാണ്, നിറച്ചും പുഴുക്കൾ. ഞങ്ങളുടെ ഡോറിൻ്റെ അവിടെ, ഡോറ് തുറക്കുന്നത് ഞങ്ങളുടെ ഡോറിൻ്റെ സൈഡാണ്. ആ ഡോറിൻ്റെ അവിടെയൊക്കെ കട്ട പിടിച്ച് പുഴുക്കൾ ഇരിക്കുവാണ്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും പുഴുക്കൾ നമ്മളെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക? ഈ നമുക്ക് റെൻറ്റ് ചെയ്ത് തന്നേക്കുന്ന ഇതിൻ്റെ ആൾക്കാർ തന്നെ വന്ന് മിഷൻ വെച്ച് ഫുള്ള് ക്ലീൻ ചെയ്യണം. അവർ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്തോട്ട് പോലും ഇറങ്ങുന്നില്ല. അത് കാരണം ഫുള്ള് റോഡൊക്കെ നിറച്ച് പുഴുക്കളാണ്. ഞങ്ങളുടെ ഈ സൈഡാണ് കൂടുതലും, കാരണം ആ സൈഡാണ് ഇച്ചിരി ഗ്രൗണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നതാണ് പുഴുക്കൾ. റോഡൊക്കെ ആണെങ്കിൽ നിറച്ചും ഇങ്ങനെ പുഴുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇത് കാറ്റർപില്ലർ എന്ന് പറഞ്ഞൊരു പുഴുവാണ്. ഇത് കുറച്ച് ദിവസങ്ങൾ മാറി പൂമ്പാറ്റയായിട്ട് മാറും. അത് അങ്ങനെ ഒരു വിധത്തിലുള്ള പുഴുക്കളാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ചില വർഷങ്ങളിൽ വരുള്ളൂ. ഇപ്പോൾ 2 വർഷം വന്ന് ഇനി അടുത്ത വർഷം വരികയല്ല. അങ്ങനെ ഉള്ളൊരു പുഴുക്കളാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ പുറകിലെ ബാക്ക് സൈഡാണ്, നിറച്ചും പുഴുക്കളാണ് ഇവിടെ.